ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ പൊരുൾ തിരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി ദൈവമക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഹീബ്രു സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തന്നു കഴിഞ്ഞു. ഇന്നും മാന്യ കത്രിദാസൻ ഈ സെഷനിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ വന്നിട്ടുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നും അനേകം ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് വേർപെടുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ആത്മാവ് ദൂതന്മാർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നു. ആ സമയത്ത് നമ്മുടെ ജീവന്, പ്രാണന് അല്ലെങ്കിൽ ദേഹിക്ക് എന്ത് സംഭവിക്കുന്നു? Where does the human spirit and the human soul go when man dies? Are they stay separate or together after death? Thank you, Dr. Ma'am. നമുക്ക് ഈ documental evidence based on empirical adequacy, ഈ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള റിട്ടൺ ഡോക്യുമെന്റ്സ്, റെക്കോർഡഡ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതിനൊക്കെ സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ സയൻസ് പരാജയപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം ഈ മെറ്റഫിസിക്കലായ കാര്യങ്ങൾ വരുമ്പോൾ സയൻസ് ഫെയിൽ ആകുക. ഈ ഫിസിക്കൽ വേൾഡിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് സയൻസിന്റെ ലബോറട്ടറിക്ക് തെളിയിക്കാൻ കഴിയത്തുള്ളൂ. മെറ്റഫിസിക്കലായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. ഇപ്പം ഒരാള് മരിക്കാനായിട്ട് ഒരാൾ മനസ്സിലാക്കുന്നു, പക്ഷേ അയാൾ മരണത്തിന് തിരിച്ചു വരുന്നു. ഇപ്പൊ ഇവിടെ അയാൾ മരിക്കുമായിരുന്നു എന്നുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ടാണ് നമുക്കുള്ളത്. അയാൾ തിരിച്ചു വന്നുള്ളതും ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. ഇൻ ബിറ്റ്വീൻ അയാൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അതിനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാനതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ മരിക്കുന്നത് എനിക്ക് നല്ലോണം അറിയാം. ഇപ്പൊ ഡോക്ടർമാർക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു, ഓൾമോസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. പിന്നെ ബാക്കിയുണ്ട്, ഒരു ചെറിയ അനക്കം ബാക്കിയുണ്ട്. മെഷീനിലാണ്. അപ്പം ഞാൻ ബ്രീത്ത് ചെയ്യുന്നില്ലല്ലോ, മെഷീനിലാണ്. തിരിച്ചു വരുന്നു 2.5 weeks കഴിഞ്ഞിട്ട്. ഇൻ ബിറ്റ്വീൻ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിച്ചത് they don't know. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയതും കണ്ടതും ഏർപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾക്കല്ലേ സയന്റിഫിക് പ്രൂഫുള്ളൂ. മെറ്റഫിസിക്കൽ അവിടെ സയൻസ് തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവസാനം രേഖപ്പെടുത്തിയതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന പുസ്തകം. ഒന്നിലധികം സീരീസ് ഉള്ളത്. അപ്പം അതിൽ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന ആളുകളുടെ നമ്പറും, രണ്ട് അവരുടെ അതിനു മുമ്പും അതിന് ശേഷമുള്ള ലൈഫും, മൂന്ന് ഒരാൾ പറയുന്നതും മറ്റേ ആൾ പറയുന്നതും തമ്മിലുള്ള പൊരുത്തവും. ഇത്തരം കാര്യങ്ങളെ നമുക്ക് അതിനകത്ത് എടുത്ത് ഈ കാര്യത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഒന്ന് അതിനു മുമ്പ് അവരാരായിരുന്നു, അതിന് ശേഷം അവരാരാണ്, അവരുടെ ലൈഫിൽ രണ്ട് ലൈഫ്സിലുള്ള ഡിഫറൻസ്. രണ്ടാമത് ഞാൻ ഈ രണ്ട് ടൈമിനിടയ്ക്കുള്ള എക്സ്പീരിയൻസിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് ഒരാളുടെ എക്സ്പീരിയൻസും മറ്റേയാളുടെ എക്സ്പീരിയൻസ് തമ്മിലുള്ള
കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് ബാക്കി ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട്, ബട്ട് കോൺട്രാസ്റ്റ് ഇല്ല. ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. എനിക്കായിരുന്നു ലോങ്കർ പീരിയഡ്, കാര്യം 2.5 years, 2.5 weeks. ദാറ്റ്സ് എ ലോങ് ടൈമാണ്. ഇനിയും എനിക്കൊരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകുകയാണ്, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ വിത്ത് ഗോഡ്. അവിടെ നിന്ന് ഏറ്റെടുത്ത ദൈവം എന്നോട് ആജ്ഞാപിക്കുന്ന ആജ്ഞ ഏറ്റെടുത്താണ് ഇപ്പൊ ഈ ശുശ്രൂഷ ഉൾപ്പെടെ ചെയ്യുന്നത്. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് either me or anybody else will do the sort of ministry that we are doing now. നമ്മളിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ ഉണ്ടല്ലോ, ലോകത്ത് എവിടെ ഇരിക്കുന്ന ആർക്കും ബൈബിളിന്റെ എവിടെ നിന്ന് ചോദ്യം ചോദിക്കാമെന്ന്. യു ആസ്ക് ക്വസ്റ്റ്യൻസ്, ധൈര്യമായിട്ട് ചോദിച്ചു. ആ ചോദ്യം ജെന്യുവൻ ആണോ, ഉത്തരം കിട്ടിയിരിക്കും. ചോദ്യം ജെന്യുവൻ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ദൈവം തമ്പുരാന് പോലും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ജെന്യുവൻ അല്ലാത്ത ചോദ്യങ്ങൾക്ക്. അവന് പോലും ഒരു നോൺ ജെന്യുവൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മളിങ്ങനൊരു പ്രോഗ്രാം നടത്താൻ കാരണം എനിക്ക് അവിടുന്ന് കിട്ടിയ ആജ്ഞയാണ്. അപ്പം ഇതൊരു മെറ്റഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ എക്സ്പീരിയൻസ് എന്ന കാര്യം മാത്രമേ നമുക്ക് വിലക്കെടുക്കാനുള്ളൂ. ഇപ്പം ഒരാള് ഇതിവിടെ നമ്മൾ പറയുന്നത് വിശുദ്ധന്മാരുടെ മരണമാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഡെത്ത് ഓഫ് എവറി ഹ്യൂമൻ ബീങ് ഓൺ എർത്ത്. ഇത് വിശുദ്ധന്മാരുടെ മരണം മാത്രമാണ്. എന്തുവാ വിശുദ്ധന്മാരുടെ മരണത്തിന്റെ പ്രത്യേകത? ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവത്തിന് വലിയ വിലയുള്ള കാര്യമായത് ഭക്തന്മാരുടെ മരണം എന്ന് പറയുന്നത് വലിയ വിലയുള്ള ഒരു കാര്യമാണ്. അപ്പം അവരുടെ മരണത്തെ പറ്റി പറയുന്നത്. അപ്പം ഒന്ന്, ഈ അവരുടെ ആത്മാവ്, ദ സോൾ, ആ സോള് അത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത് ദൈവത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ അവസാനം കാണുന്ന ദൈവം ദൂത സഞ്ചയത്തെ അയക്കും ഈ ഭക്തന് ചുറ്റും. അത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ഭക്തന്മാരും റിയലൈസ് ചെയ്തിട്ടുണ്ട്. ദി ഏഞ്ചലിക് പ്രസൻസ്, ഏഞ്ചലിക് പ്രസൻസ്, താൻ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണെന്നൊരു ഫീലിങ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആണെന്ന ഫീലിംഗ് ഉണ്ടായിരുന്നത് എൻ്റെ ഈ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴാണ്. എനിക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. ഐ മീൻ ഹെവിലി സേഫ് ഗാർഡൻ എന്ന ഫീലിംഗ്. അത് ദൈവത്തിന് തന്നെ ഭക്തന്മാരുടെ കരുണയാണ്. നീ അവ്യക്തമായ എവിടെയോ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ചത്ത് അങ്ങ് അടിഞ്ഞ് പോവുക അല്ല കുഞ്ഞെ, സുരക്ഷിതമായ കരങ്ങളിലോട്ട് നീ വരാൻ പോവുകയാണെന്നുള്ള വലിയൊരു സെക്യൂരിറ്റി ഫീലിംഗ്. അപ്പം ഈ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈ ജീവൻ എന്ന് പറഞ്ഞ രക്തത്തിലാണ്. ആ രക്തം ഉറഞ്ഞ് ഇനാക്റ്റീവ് ആകണം. ആ ജീവൻ ഇല്ലാതാകുന്നു. ആ ജീവൻ പിന്നില്ല. കാര്യം രക്തം കട്ടിയായി ഡിസ്ഫങ്ഷനിലാകുന്നതോടുകൂടി ജീവൻ. പക്ഷെങ്കിൽ ആ ജീവനെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന സോൾ ഉണ്ടല്ലോ, സോൾ, സ്പിരിറ്റ് അല്ല ഞാൻ പറഞ്ഞത്, സോൾ. ആ സോളിന് ഡിസ്ഫങ്ഷണൽ ആകാൻ കഴിയത്തില്ല. ആ സോളും ആത്മാവും ഒരു യൂണിറ്റാണ്. സോളും ആത്മാവും ഒരു യൂണിറ്റാണ്. അതൊരു യൂണിറ്റായിട്ട് തന്നെ പോകും.
ഉം. സോളും സ്പിരിറ്റും ഒരു സ്പിരിറ്റും. യൂണിറ്റ് തന്നെ പോവുകയും അതിനെ ഇത്ര നാളും അവർ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ഉം. ലൈഫ്, അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ ചില ടെർമിനോളജീസിലാണ് ഉപയോഗിക്കേണ്ടത്. ഉം. ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന റുവാക്ക് ഉം. ടെർമിനോളജി. ഉം. നെഫഷ്, നെഫഷ് ആണ് സോള്, ഉം. ആ ബുദ്ധിമണ്ഡലം, അറിവിന്റെ മണ്ഡലം. ഉം. ആ അറിവിന്റെ മണ്ഡലവും ഈ ചലിക്കുന്ന ബ്ലഡും കൂടെ ചേരുന്നതാണ് ഖയീം എന്ന് പറയുന്ന ലൈഫ്. ലൈഫ്. Yeah. ഉം. ലൈഫ്. അപ്പം ഈ ലൈഫ് സസ്പെൻഡഡ് ആകുന്നു, ഡിസ്ഫങ്ഷനിലാകുന്നു. ഉം. എത്ര നാളത്തേക്ക്? വേറൊരു ലൈഫ് ഇതിനകത്ത് വന്നിട്ട് അവരെ വിളിച്ച് ഇതിനകത്ത് കയറ്റണം. Okay. ഉം. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവിന്റെ കാലത്തെങ്കിൽ ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐസ് ടൈം ഉം. അത് സംഭവിക്കും. ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐസ് ടൈം അത് സംഭവിക്കും. ഉം. ഇതൊക്കെ വിശുദ്ധന്മാർക്ക് ജീവിതാനുഭവങ്ങളായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. Okay. ഉം. ഉം. ഭക്തന്മാർക്ക് ജീവിതാനുഭവങ്ങളായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. To establish the truth. ഒന്ന്, അവർ തന്നെ തങ്ങള് എന്താണ് തങ്ങൾ ചെയ്യുന്നത്, എന്തിനു വേണ്ടി നിലനിൽക്കുന്നതിനെ പറ്റി അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാകണം. ഉം. അപ്പോസ്തലനായ പൗലോസിന് തന്നെ ലുസ്ത്രയിൽ എറിഞ്ഞു കൊല്ലുമ്പം ഉം. അവിടെ പോയി ആത്മാവും പ്രാണനും ദേഹിയും അങ്ങ് പോയി. ഉം. അതിനെപ്പറ്റി പറയുന്നത്, ഞാൻ 14 വർഷം മുമ്പ് ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നു. ഉം. ആ മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഉം. ശരീരത്തുണ്ടോ ശരീരമില്ലെന്ന് എനിക്കറിയത്തില്ല. ഉം. ഒരു കാര്യം, മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയാത്തൊരു ശബ്ദം ഞാൻ അവിടെ കേട്ടു. വോയിസ്. ഇതെപ്പോഴാ പറയുന്നറിയാമോ? ഈ സംഭവം കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞ്. ഈ 14 വർഷം ഈ കാര്യത്തെപ്പറ്റി ആരോടും പറഞ്ഞില്ല. ആരോടും പറയുന്നില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് തരുന്ന സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹീറോ ആകും. നമ്മൾ മറ്റുള്ളവർക്ക് ഹീറോ പരിവേഷം കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന് ആൾക്കാർക്ക് തോന്നിപ്പോകും. ചിലർ നമ്മൾ ഒത്തിരി എന്തെല്ലോ ത്യാഗങ്ങൾ സഹിച്ച ഒരു ദൈവഭക്തനാണ് എന്നൊക്കെ കയറി വിചാരിക്കേണ്ടി വരും. അപ്പോൾ റിയൽ ഹീറോ നമ്മുടെ കർത്താവാണ്. കർത്താവിൽ നിന്ന് ആ ഹീറോ പരിവേഷം മാറ്റി നമുക്ക് തരാൻ സാത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സാത്താൻ നമ്മളോട് നിന്റെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ചെന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് കേൾക്കട്ടെന്ന് പിന്നെ 100 സാക്ഷി പറയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പം ഇവന്റെ ജീവിതത്തെ പിന്നെ നമ്മൾ വേറെ പലതും കേൾക്കുന്നത്. കാര്യം തന്നെത്താൻ ഉയർത്താനെല്ലാം താഴ്ത്തപ്പെടും. പൗലോസിന് 14 years കഴിഞ്ഞപ്പം താൻ സ്ഥാപിച്ച സഭ എങ്ങനെ കൂലിവേല ചെയ്ത് പൈസ ഉണ്ടാക്കി തനിക്കും കൂടുതലുള്ളവർക്കും വാടകയും കൊടുത്ത് കഞ്ഞിയും കുടിച്ചിട്ട് സുവിശേഷം പ്രസംഗിച്ച് സ്ഥാപിച്ച സഭ. ആ സഭയ്ക്കകത്ത് ദുരുപദേശകന്മാർ കയറി. ദുരുപദേശന്മാർ കയറിയിട്ട് അവസാനം സഭയിൽ എസ്റ്റാബ്ലിഷ്. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു റിയൽ അപ്പോസ്തലനല്ല. ഈസ് നോട്ട് എ റിയൽ ക്രിസ്ത്യൻ. ഈസ് നോട്ട് എ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവൻ ഒരു ഡ്യൂപ്ലിക്കേറ്റാ. അതെന്താ പറയേണ്ടത്? ഫ്രോഡാണ് എന്ന് അവർ അസന്നിഗ്ധമായിട്ട് ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു. സംഭവം എന്താ? ഒന്ന്, പൗലോസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചാൽ ആരോടും ഇതാതാന്ന് പറഞ്ഞു പോയില്ല. ഇവർ എന്നിട്ട് പറഞ്ഞു അല്ലല്ലല്ല, ഏതാ പൗലോസിന്റെ വിരോധികളായ ജുഡായി ക്രിസ്ത്യൻസ് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെയൊക്കെ നോക്കുക, ഞങ്ങളെപ്പോഴും പൈസ മേടിച്ചാണ് സുവിശേഷ വില ചെയ്യുന്നത്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് പബ്ലിക് സ്പീക്കേഴ്സാണ്. അതായത് ഈ ആൾക്കാർക്ക്
എൻ്റർടൈൻമെൻറ്റ്, ആർട്ട്, ഇത് ഭയങ്കര താല്പര്യമാണല്ലോ. ഉം. ഇപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, ഈ കൊറോണ വന്നപ്പോൾ ഞാനൊരു പരിസ്ഥിതി വായിച്ചതാണ്. ഉം. ഫുട്ബോൾ കളിക്കുന്നവന് 15, 18, 20 മില്യൺ പൗണ്ട് ഒരു വർഷം, മില്യൺ. അതെ. ഡോക്ടർക്ക് കിട്ടുന്ന 3000 പൗണ്ട് മാസം. ആ ഫുട്ബോൾ വരട്ടെ, മരുന്ന് കണ്ടുപിടിക്കാനെന്ന്. യെസ്, അല്ലേ? മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന വൈദ്യന്മാർക്ക് അതെ. പിച്ചക്കാശ്. ഫുട്ബോൾ കളിക്കാരനും ഈ സിനിമയില് കോമാളി വേഷം കെട്ടുന്നതിനോ മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പോൾ ഈ ആളുകള് ഈ ട്രാവലിംഗ് സ്പീക്കേഴ്സായിട്ട് പോയിരുന്ന പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരാളിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് അയാളുടെ അസിസ്റ്റന്റ് എന്നറിയാമോ, ഒരു ചട്ടിയുമായിട്ട് ഇങ്ങനെ കലിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ശരിയോ? നല്ല കാശ് കിട്ടും. അപ്പോൾ ഇയാൾ നല്ല ഗംഭീരമായിട്ട് പ്രസംഗിക്കും. അപ്പോൾ പബ്ലിക് സ്പീക്കേഴ്സ് വരുന്ന പോകുന്ന ആൾക്കാർ പൈസ വേണ്ട പോകുന്നത് കേൾക്കാൻ. ആ കാലത്ത് ഓക്കെ, ഭയങ്കര സോൾ സ്റ്റിറിങ് പ്രീച്ചറാണ് പൗലോസ്. സോൾ സ്റ്റിറിങ് പ്രീച്ചർ എന്ന് പറഞ്ഞാൽ 2 ഭാഷയിൽ അതിഗംഭീരമായിട്ട് പ്രസംഗിച്ചു കളയും. യെരുശലേം ദേവാലയത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എബ്രായ ഭാഷ പ്രസംഗിക്കാന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, എടാ നീ ഗ്രീക്കുകാരൻ, നിനക്ക് എബ്രായ ഭാഷ അറിയാമെന്ന് ചോദിച്ചു. എന്താ കേട്ടോളം പറഞ്ഞു. ഒരൊറ്റ തകർക്കൊണ്ട് തകർത്തിട്ട് ഗുമ്മൊരു വീറുണ്ടുപോയി. ഇതുപോലാണ് ഗ്രീക്കിനും. ഭയങ്കര ഭാഷയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഗംഭീരമായിട്ട് പ്രസംഗിക്കും. ആൾക്കാർ വിചാരിച്ചെന്താ, പൈസയൊക്കെ വരുന്നതാണ്. ആ പൈസ കയ്യിൽ നിന്നോട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിനെ പറ്റി ഒന്നാമത്തെ കുറ്റം, ആരും പൈസ മേടിച്ചില്ല. രണ്ടാമത്തെ കുറ്റം, പുള്ളിക്ക് ഗ്ലാമർ ഇല്ല. ഗ്ലാമറിലെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങിയ കാലം മുതൽ ഒരുപാട് അടി കൊണ്ടതാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് കല്ലേറ് കൊണ്ട് മുഖം മുഴുവൻ മുറിഞ്ഞ് ഇരിക്കുക. കിട്ടിയ അടിക്കൊരു കണക്കുമില്ല. ദൂരെ അടി കൊണ്ട് മുറിഞ്ഞൊരു പരുവമായ ശരീരമാണ്. പൊക്കവും കുറവാണ്. പിന്നെ ഇല്ലാത്ത ദീനമില്ല. കണ്ണ് നേരെയവേ കാണത്തില്ല. ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറൊഴിയെന്ന് തോന്നുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇരിക്കുന്ന വയറൊഴിയെന്ന് തോന്നി വയറൊഴിയും, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇൻകോണ്ടിനൻസ്. ശരീരം മുഴുവൻ മുള്ളുകൊണ്ട് ഇങ്ങനെ കുത്തുക, മുഴുവൻ നേർസ് വെയിൻ ഇങ്ങനെ കുത്തിപ്പറിക്കുക. അതാ പറയുന്നത്, സാത്താന്റെ ദൂതൻ thorn in the flesh. എടാ, ഇയാൾ ശരിക്കും ദൈവവേദനാണെങ്കിൽ ഇയാളുടെ പ്രസംഗത്തിൽ ആളുകൾ 1000-കണക്കിന് രോഗസൗഖ്യം പ്രാപിക്കും. ഇയാളോ എന്നും രോഗിയാണ്, അല്ലേ? അപ്പം ഇനി അടുത്തത്, ഈ റിലിജിയൻ എന്ന് പറഞ്ഞാൽ തുടരുത്, പിടിക്കരുത്, നോക്കരുത്, ഇങ്ങനെ പിള്ളേരെ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മുടെ ഓഡിയൻസിന് കൺഫ്യൂഷനോടായിരിക്കും. ചെറുക്കനോട് സ്കൂളിൽ ചോദിക്കുന്നു ഫസ്റ്റ് ഡേനാ, വാട്ട് ഈസ് യുവർ നെയിം? ചെറുക്കൻ പറയും, ജോണി ഡോണ്ട്. ജോണി ഡോണ്ട്, മനസ്സിലായോ? ജോണി എന്ന പേര് ഇവനെ എപ്പം പേരെന്ന് ചോദിച്ചു, ജോണി ഡോണ്ട്, ജോണി ഡോണ്ട്. അവസാനം ഇവ വിചാരിക്കുന്നതാണ് ജോണി ഡോണ്ട് എന്നാണ്. അപ്പൊ റിലിജൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡോണ്ട് 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 ഇതേ ഉള്ളൂ. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ തൊടരുത്, പിടിക്കരുത്, എടുക്കരുത്, ഇങ്ങനെയുള്ളതൊന്നുമല്ല. ആ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ആണ് പൗലോസ് പ്രസംഗിക്കുന്നത്. നമ്മുടെ എമാൻസിപ്പേഷൻ ഓഫ് ദ ഹ്യൂമൻ സോൾ എന്നുള്ളതാണ് വിഷയം.
പുത്രൻ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്. സ്വാതന്ത്ര്യം കിട്ടി. നിങ്ങൾ സാക്ഷാತ್ ന്യായപ്രമാണത്തിന്റെ എടുക്കരുത്, തുടരുത്, പിടിക്കരുത്, ഈ പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഉം, നിങ്ങൾക്ക് നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ജീവിക്കാം. ഉം, നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഉം, അത് വിശുദ്ധ വിവാഹമാണ്. ഉം, അപ്പൊ ഇതിൽ നോക്കും, സാറിന് റിലീജിയൻസ് എപ്പോഴും കുറെ നോംസും കൊണ്ടുവരുമല്ലോ. ഉം, ഇത് പറ്റത്തില്ല, അങ്ങനെ അങ്ങനെ. ഉം, അപ്പം ഇദ്ദേഹത്തിന്റെ പ്രസംഗിച്ച പ്രസംഗത്തിൽ നോംസ് ഇല്ല. ഉം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉം. മാത്രമല്ല, കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടന്നവരാ. ആ, ഓക്കെ. ഉം. ഇവൻ ആ കൂട്ടത്തിൽ ഒന്നും ഇല്ലായിരുന്നു. ശരി, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഇല്ല. ഇല്ലായിരുന്നു. ഇവൻ പുറത്തുനിന്ന് വന്നവനാണ്, സഭയെ നശിപ്പിക്കുന്നവനാണ്. ഉം, ഈ കൊരിന്തിലെ വിശ്വാസത്തിലെ പ്രോബ്ലം, കൊരിന്തിലെ ഗലാത്യയിലെ വിശ്വാസത്തിലെ പ്രോബ്ലം, ഉം, അവരെന്ത് കേട്ടാലും വിശ്വസിക്കും. ഉം. അവർക്ക് ഈ വെരിഫൈ ചെയ്യണ്ട, എപ്പം വിശ്വസിക്കും. വിവേചിക്കാനുള്ള ഇതില്ല. ഉം, ഇതില്ല, ചെയ്യത്തില്ല. ഉം, അപ്പം ഇവർ പൗലോസിനെ ബാൻ ചെയ്തു, കൊരിന്തുകാർ ഇതറിഞ്ഞ്. ഉം, ഈ എൻ്റെ ഭാഷ പറഞ്ഞ് ഈ വഴിക്ക് വന്നേ കയറി നിങ്ങൾ മുട്ടടിച്ച് ഓടിക്കും, നീ ആരാന്ന് മനസ്സിലായി, ഇവിടെ ഉം, കണ്ടേക്കരുതെന്ന് പറഞ്ഞു. ഉം, പൗലോസ് ഒരു കത്തെഴുതുക, 2 കൊരിന്ത്യർ ലേഖനം. ഉം, അപ്പം ഞാൻ അപ്പോസ്തലനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഉം, ആര് പറഞ്ഞു? ഓനർജൻ പറഞ്ഞു, മനുഷ്യരിൽ നല്ല മനുഷ്യരാരുമല്ല, ദൈവത്താൽ തന്നെ അപ്പോസ്തലത്വം പ്രാപിച്ചവനാ ഞാൻ. ഉം, അടുത്തത് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാര്യം ഉം, ഇതാ, ഞാൻ അങ്ങ് വരെ പോയതാ, ഉം. മേളി വരെ പോയത്. പോയതാണ്. ഉം, ഞാൻ ഈ പറയുന്ന ആളിനെ ഞാൻ കണ്ടതാ. ഉം. ഞാൻ ഈ പറയുന്ന സ്വർഗം എന്ന് പറയുന്നത് ഞാൻ കണ്ടതാ. ഉം, ഞാൻ ഈ പറയുന്ന നിത്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയതാണെന്നേ. ഉം, നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാം അതിനെപ്പറ്റി? ഉം, ഹൂ ഓഫ് യു ക്യാൻ ഡിനൈ ഇറ്റ്, അല്ലേ? ഉം. അപ്പം എന്തുകൊണ്ട് ദൈവം ഈ എക്സ്പീരിയൻസ് കൊടുക്കുന്നുള്ള മാമിന്റെ ചോദ്യം ഞാൻ പറഞ്ഞത്. അതെ അതെ. ഉം, ചില ദൈവദാസന്മാർ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ ഉം, റീച്ചിങ് എ സർട്ടൺ ലെവൽ, അവർക്ക് ഇതിന് മറുപടി പറയാൻ ബാധ്യത ഉണ്ടാകും. ഉം, എന്തോ ഉറപ്പ് നിങ്ങൾ ചേർക്കേണ്ടി ഉണ്ടെന്നുള്ള എന്തോ ഉറപ്പ്? ഉം, എന്തോ ഉറപ്പ് ഉം, സ്വർഗം ഉണ്ടെന്നുള്ളതിന്? ഉം, എന്തോ തെളിവ്? മരിശേഷം മനുഷ്യ സ്വർഗത്തിൽ പോകുന്ന എന്തോ തെളിവ്? ഉം, നിങ്ങൾക്ക് എന്തോ തെളിവ് ഉം, ചോദിക്കുന്ന ദൈവദാസം? എന്നെ നോക്ക, ഞാനാ തെളിവ്, ഉം, ഞാനാണ് തെളിവ് ഉം. എന്ന് ഒരു ദൈവദാസൻ പറയത്തക്ക വ്യക്തമായി പറയണമെന്നുണ്ടെങ്കിൽ ആ ദൈവദാസൻ അതിൽ കൂടെ കടന്നു പോയിരിക്കണം. കടന്നു പോകണം. ഉം, അതിൽ കൂടെ കടന്നു പോയിരിക്കണം. അതിൽ കൂടെ കടന്നുപോയ ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു റേഞ്ച് ഉണ്ട്, ഉം, ഒരളവുണ്ട്. അപ്പം ഉം, ആ അളവിൽ അവരെ ഉറപ്പിക്കുന്നതിന് ഉം, നമുക്ക് ഇത്ര പറഞ്ഞാൽ മതി. ഉം, മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ഉം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. Yes. അന്ന് ഫിസിക്സിന്റെ ലബോറട്ടറി പോയിട്ടില്ല, ഇല്ല. ഇല്ല. ഉം. പക്ഷെ 10ാം ക്ലാസ് വന്നപ്പോഴത്തേക്ക് ലബോറട്ടറി പോകേണ്ടി വന്നു. ഇച്ചിരിയൊക്കെ. ആ. ഹയർ സെക്കൻഡറി കയറി കഴിഞ്ഞപ്പോഴോ ലാബ് എന്ന് പറയുമ്പോൾ പേടിയാ. ഉം. MSc പഠിക്കുമ്പോഴോ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയമില്ലല്ലോ. അതെ അതെ അതെ. That's a difference. Yeah. അല്ലേ? ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയമുണ്ടോ? Yeah. പക്ഷെങ്കിൽ 2ലും 3ലും പഠിക്കുന്ന കുഞ്ഞിനെ ഫിസിക്സ് ലാബ് നമ്മൾ കയറ്റുമോ? ഒരിക്കലും ഇല്ല. കെമിസ്ട്രി ലാബിൽ കയറ്റുമോ? ഇല്ല. അപ്പം നീ ഏത് ലെവലിൽ ആ സബ്ജക്റ്റിൽ വളർന്നു എന്നുള്ളതാണ്. ഉം. ദൈവത്തെ പറ്റിയുള്ള അറിവിലും ആത്മീയ ശുശ്രൂഷയിലും ഈ അതിനൊരു ഹൈ ഗ്രൗണ്ട് ഉണ്ട്. ഉം. ഇന്റലക്ച്വൽ സ്പിരിച്വൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയും. Background. ആ ഇന്റലക്ച്വൽ സ്പിരിച്വൽ ഹൈ ഗ്രൗണ്ടിൽ വളർന്നവർക്ക് മാത്രമേ ദൈവം കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവം ഈ പ്രിവിലേജ് കൊടുക്കത്തുള്ളൂ. ഡയറക്റ്റ് അവിടെ ചെന്ന് കാണാൻ, എന്നിട്ട് താഴെ വന്ന് പ്രസംഗിച്ചോളാൻ പ്രിവിലേജ് കൊടുക്കത്തുള്ളൂ. ഇവരെ ആർക്കും ദൈവം കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു അപ്പം അവർക്ക് വേറെ ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് അവർ കൊടുക്കുന്നത്. പത്തി തോറ്റ് കിടക്കുക, ഒരു ന്യായിച്ച് പാസ്സാകത്തില്ല. നമ്മുടെ കോളേജിൽ തന്നെ ലാബിൽ നിൽക്കുന്ന അറ്റൻഡൻ്റ് ഉണ്ടല്ലോ,
ഉം. അവനാന്നേലും പിള്ളേരെ കൊണ്ടുവന്നൊക്കെ കൊണ്ടുവരും. അവൻ ഇത് വല്ലതും അറിയാവോ? അതെ അതെ. ഉം. അതെ അതെ. ഞാൻ പഠിപ്പിച്ച കോളേജിൽ കെമിസ്ട്രി ലാബിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല കുറെ പീഡന്മാരുണ്ട്. ഉം. വലിയ അതെ. കോളേജ്, ഇത്തിരി പിള്ളേരുണ്ട്. ഉം. കെമിസ്ട്രി ലാബ് ഉം. വളരെ ഫേമസാ. ഉം. കെമിസ്ട്രി ലാബിൽ നിന്ന് ഇറങ്ങാൻ ഇവന് കഴിയത്തില്ല. ഉം. ഇവൻ ഇതിന്റെ വല്ലതും അറിയാമോ? അറിയത്തില്ല. അവൻ ഉം. തോറ്റവനാ. അവൻ അതെ കെമിസ്ട്രി ലാബിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, അതെ അതെ അതെ. യാതൊരു ഉം. കാര്യമില്ല. ഉം. അപ്പം ആ ഒരു ഇന്റലക്ച്വൽ സ്പിരിച്വൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ലെവലിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾക്ക്, അല്ലെ അങ്ങോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവര്, ആഗ്രഹിക്കുന്നവർക്ക്. അവരെ ആഴമേറി വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അവർ പ്രസംഗിക്കുന്നത് വ്യക്തതയിലാണ്, അബ്സല്യൂട്ട് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി. യാ. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ വരച്ചു വയ്ക്കും, വരച്ചു. അല്ലേ? അപ്പം ജനഹൃദയങ്ങളിൽ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു വെക്കണം. അതിന് ദൈവം ആരെ പറ്റി ആഗ്രഹിക്കുന്നു? അവർക്ക് ഇത് കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊടുക്കത്തില്ല. അത് ദൈവം തീരുമാനിക്കുന്നത്. ആരെ ഇതിനകത്തൊരു കടത്തി വിട്ട് അക്കരെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പം സാധാരണ ആൾക്കാരെ സംബന്ധിച്ചാലും ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ഈ സോളും മാറുന്നതും റീയൂണിയൻ എന്ന് പറയുന്നത് ഒന്ന്, അത് ലൈഫ് പോലൊരു മിസ്റ്ററിയാണ്. ഏതാ ഖയ്യീം അല്ലെങ്കിൽ ലൈഫ് ഖയ്യീം, അതായത് ഈ നമ്മൾ പറഞ്ഞ പ്രാണൻ, നമ്മൾ പറഞ്ഞ ആത്മാവ്, പിന്നെ റുവാക്ക്, നമ്മൾ പറഞ്ഞ ഖയ്യീം, ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടെ വരുന്ന ലൈഫ്. ഇത് മൂന്നും കൂടി ക്ലിക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി ആകെപ്പാടെ ഈ ഇറ്റേണിറ്റിയെ പറ്റി മുഴുവനും ദർശനം കണ്ട് ദാവീദ് പറയുകയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ കൊണ്ട് ഉന്നതമാണ്. കാരണം ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നവളും അവയെല്ലാം ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചു. ഭയങ്കരം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും പവർ വിഷനിലിരിക്കുമല്ലോ, പവർ വിഷനിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാന ടോപ്പിക് ഈ ഭയങ്കരം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഭയങ്കരം എന്താ, അതിശയം എന്താ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം അതാണ്. മീൻസ് ഇറ്റ് ഇസ് സോ പ്രൊഫൗണ്ട്, അബ്സല്യൂട്ട്ലി പ്രൊഫൗണ്ട്. അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, why I am able to explain it, because of my experience. ആ എക്സ്പീരിയൻസിൽ പോയി അവിടുന്ന് ഇന്റലക്ച്വൽ അവേക്കനിങ് ഉണ്ടാകാത്ത ഒരാളിന് നമുക്കൊരു പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു തിയറിയിൽ നിന്നോ വായിച്ച് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഈ ഭയങ്കര അത്ഭുതകരമായി ഇതെങ്ങനെയാണ് ഇതിനകത്ത് വന്നു എന്നുള്ളത്. ഇതുപോലെയാണ് ഇതിൽ നിന്ന് തിരിച്ചു പോകുന്നതും വീണ്ടും തിരിച്ചു വരുന്നു. വീണ്ടും ഈ മണ്ണിൽ പോയത് ഈ സാധനം, ഈ കൂടാരം തിരിച്ചു വരുന്നു. ദേഹത്തേക്ക് ആത്മാവ് ഒരുമിച്ച് വരുന്നു, എന്നിട്ട് ഇവിടുന്ന് പോകുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെ മെക്കാനിസം എന്തുവാ? എന്റെ ദൈവം തമ്പുരാനെ ആർക്കറിയാം? മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു സബ്ജക്ട്. ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എനിക്കത് മനസ്സിലാകത്തില്ല എന്ന സത്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, അല്ല വേറെ നമുക്ക് ഒരു ചോയ്സ്, വേറെ ചാൻസ് നമുക്കില്ല. ശാസ്ത്രം എത്ര വളർന്നാലും ഇതിന്റെ മുമ്പിൽ തലകുനിച്ചേ പറ്റുകയുള്ളൂ. ഇത് ബിയോണ്ട് ദ വേൾഡ് ഓഫ് സയൻസ് ആണ്. സയൻസ് തെറ്റാണെന്നോ സയൻസ് ഇൻസഫിഷ്യന്റ് ആണെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ മെറ്റീരിയൽ വേൾഡിനപ്പുറം പ്രസന്റ് സയൻസ് ഈസ് എ ഫെയിലിയർ. എന്തുകൊണ്ട് അവിടെ അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ,
അതെ. No, can't explain it. Okay. Thank you very much, sir. The answer was very clear and convincing. Yeah. അടുത്ത ചോദ്യം, ആം, 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 33-ാം വാക്യം, ഈ 2 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. There was no rain for 3.5 years and the entire place was dried out. 3.5 വർഷക്കാലം അവിടെ മഴയുണ്ടായിരുന്നില്ല, അവിടെ എല്ലാം വെള്ളമില്ലാതെ ഉണങ്ങിയിരിക്കുന്ന സമയമാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 33-ാം വാക്യത്തിൽ, പിന്നെ അവൻ ഏലിയാവ് വിറക് അടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിൻ മീതെ വെച്ചു, 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് കൽപ്പിച്ചു. ചോദ്യം ഇതാണ്, ഇവിടെ യാഗപീഠത്തിന്മേൽ ഒഴിപ്പാൻ ഏലിയാവിന് വെള്ളം എവിടുന്ന് ലഭിച്ചു? 3.5 വർഷമായി ദേശത്ത് മഴയില്ലാതിരുന്നല്ലോ. ഇതാണ് ചോദ്യം. നമുക്ക് ചിലപ്പോഴും സർഫസ് ലെവൽ ഒരു ഉടക്ക ചോദ്യമാണെന്ന് തോന്നും. ഒരു ഉടക്ക ചോദ്യമാണ് ചോദിച്ചത്, ഇവിടുന്ന് വെള്ളം കൊണ്ടെന്ന് പറയട്ടെന്ന് ഉടക്ക ചോദ്യം. പക്ഷേ ഞാനതിനെ ഒരു ഉടക്ക ചോദ്യമായിട്ട് എടുക്കുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ നമ്മുടെ ചോദ്യകർത്താവ് ഒരു ഉടക്ക ചോദ്യം ചോദിച്ചാണെന്ന്. ഈ ഉടക്കിനോട്ട് മറുപടി പറയത്തില്ലോ, വേറെ കാര്യം. ഈ ഉടക്ക ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അതിനെല്ലാം സമയം ചെലവഴിച്ചാൽ ഇത് ജെനുവിൻ ചോദ്യമാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുന്ന എല്ലാം അവരുടെ മനസ്സിൽ ഉയർന്നു വരാവുന്ന ചോദ്യമാണിത്. ക്വൈറ്റ് നാച്ചുറൽ, വളരെ സ്വാഭാവിക യൂഷ്വലായ ചോദ്യം. അതിന് മറുപടി കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. അബ്സല്യൂട്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഹിസ്റ്ററി, ജിയോഗ്രഫി, ടോപ്പോഗ്രഫി എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ വേദോസം പഠിക്കാൻ വളരെ ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ സ്ഥലം, ഈ പറഞ്ഞ സ്ഥലം, ഇതിൻ്റെ അതിലെയാണ് അവര് 40 വർഷത്തെ യാത്ര ഇതിലൂടെ പോയത്. മരുഭൂമിയിലെ യാത്രന്മാര് അവര് സെയിം പ്രോബ്ലം ഫേസ് ചെയ്തു. ഫേസ് ചെയ്തപ്പോ ദൈവം മോശയോട് പറഞ്ഞു, ഇതാ ഇന്നടത്തൊരു പാറയുണ്ടല്ലോ, നീ അതിൻ്റെ മണ്ടയ്ക്ക് പോയി അവിടെ വടിയുമായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മരുഭൂമിയുടെ പേര് ഷൂർ മരുഭൂമി എന്നാണ്. ഷൂർ, ആ പേര് തന്നെ വിചിത്രമാണ്. ഇപ്പം എനിക്കിപ്പം നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഷൂർ മരുഭൂമിയിൽ ഒരു ഔട്ട്ലൈൻ എടുത്തതായിരുന്നു. അവര് മാപ്പ് നിർത്തി കാണിക്കാമായിരുന്നു ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി. വേറെ സമയത്ത് നമ്മൾ മാപ്പ് കാണിക്കും കേട്ടോ, ഓർത്തിരിഞ്ഞാൽ വേണേൽ മനസ്സിലാകാം. ഒരു ഫുൾ ഹാർട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഷൂർ മരുഭൂമി. That means you are in God's heart എന്ന. മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോവാണെങ്കിൽ ദൈവം പറയും, നീ എൻ്റെ ഹൃദയത്തിനകത്താണെന്ന് പറയും. ഈ ഷൂർ മരുഭൂമിയുടെ മാത്രം പ്രത്യേകത, മറ്റു മരുഭൂമികളേക്കാൾ ചൂട് കൂടുതലാണ് ഇവിടെ. ചൂട് കൂടുതലാണ്. പക്ഷെ ഇതിന് 2 വാട്ടർ സോഴ്സസ് ഉണ്ട്. ഒരു വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ വാടി എന്ന് പറയും. വാടി, ഒരുപാട് താഴ്വരകളുണ്ട്. ഈ താഴ്വരകളിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആയ വെള്ളമാണ്. നല്ല തണുപ്പാണ്. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചാൽ അത്ര കിട്ടത്തില്ല. വെരി സ്വീറ്റ് വാട്ടർ. സ്വീറ്റ് അല്ല, ഭയങ്കര തണുപ്പാണ്. കൂളിംഗ് ആണ്. അത് കാരണം അതിന് ചുറ്റും ഒരുപാട് ഹെർബ്സ് വളരും. ഹെർബ്സ്, പച്ചമരുന്നുകൾ ഇന്നും. അതുപോലെ സ്പൈസസും. ആ സ്പൈസസ് വേറെ ലോകത്ത് വളരുന്നുമില്ല. സ്പൈസസ് ഇന്നും അറേബ്യൻ മരുഭൂമിയിൽ നമ്മൾ വാങ്ങിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് തിന്നാൽ ആടുകൾക്ക് നല്ല വളർച്ച ഉണ്ടാകും. അങ്ങനെ മോശ പണ്ട് അവിടെ
ഉം. ആടാണ് ആടുകൾ. ഉം. കോരേവ്. അതാ ഓർത്താണ് കോരേവ്. ഉം. അപ്പം ഇതൊരു വാട്ടർ സോഴ്സാണ്, അവിടുത്തെ ഉം. വാട്ടർ സോഴ്സാണ്. രണ്ടാമതൊരു വാട്ടർ സോഴ്സ് ഉണ്ട്. അവിടെ ഈ പിന്നെ ചുണ്ണാമ്പ് പാറയുണ്ടല്ലോ, ഉം. ചുണ്ണാമ്പ് പാറയുടെ വലിയ ഭയങ്കര ടാങ്കുകളുണ്ട്. ഉം. അത് യൂഷ്വലി അവിടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് അത് അറിയത്തില്ല. അത് വലിയ ഉം. വാട്ടർ ടാങ്കാണെന്ന്. ഉം. ഒരു ടാങ്കിന് അതിൻ്റെ സെൻസിറ്റീവ് പോയിന്റ് ഉണ്ട്. ഭയങ്കര റോക്കുണ്ട്, ഉം. ഈ ലൈം സ്റ്റോണും ഉണ്ട്. ഉം. ആ ലൈം സ്റ്റോണിൻ്റെ അവിടെ പൊട്ടിച്ചാൽ ഉം. വെള്ളം നദി പോലെ ഒഴുകിയെന്നാണ് നമ്മൾ വായിക്കുന്നത് ഓക്കെ. ഉം. പുറപ്പെടു ദിവസത്തിലല്ലേ. ഒരുപാട് ദിവസം നദി പോലെ. ഉം. വെള്ളം നദി പോലെ ഒഴുകും. അപ്പൊ ഇവിടെ ആ വാടിയിൽ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വരുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഉം. ഉം. ഒരു ചെറിയ ഉറവകളാണ്. ഉം. പക്ഷേ ഇങ്ങനെയുള്ള സംഗീതം ഒന്ന് പൊട്ടിച്ചാൽ മതി, ഉം. ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ വെള്ളം ഒഴുകി വരിക. ഉം. അപ്പം ഏലിയാവിന് ദൈവം പറഞ്ഞു, ഉം. "ദാ ഇന്നത് പൊട്ടിച്ചാൽ ഉം. വെള്ളം ചാടി വരുമെന്ന്." ശരി. ഉം. അത് ആ പ്രദേശത്തിന്റെ ടോപ്പോഗ്രഫിയുടെ ഒരു പ്രത്യേകതയാണ്. അതെ. ദൈവം തന്നെ സൃഷ്ടിച്ച് വെച്ചേക്കുന്ന. ആ സൃഷ്ടിപ്പിലുള്ളതാണ്, അങ്ങനെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഉം. ഉം. അപ്പോൾ ഏലിയ അപകരിച്ചാൽ ഒന്നോ രണ്ടോ ബക്കറ്റ് വെള്ളമല്ല. നമ്മൾ ശരിക്കും ആ യാഗപീഠത്തിന് വലിപ്പം നിർത്താൽ ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം 12 വലിയ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. രണ്ട്, അതിനൊരു സർട്ടൻ ഉയരം പറഞ്ഞിട്ടുണ്ട്. ഉം. അതിൽ മുകളിൽ പോകാൻ പാടില്ല, അത് ഉം. താഴെ നോക്കത്തില്ല. അത്ര അത് പ്രമാണം അനുസരിച്ചുള്ള യാഗപീഠമാണ്. ഉം. പിന്നെ അതിന് ചുറ്റും തോട് കെട്ടി. ഉം. ഇത് മുഴുവൻ വെള്ളം കൊണ്ട് നിറയണം. ഉം. വെള്ളം കൊണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു തോടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. ഓക്കെ. ഉം. ഇവര് താഴെ കൊണ്ടുവരില്ല വെട്ടിക്കൊന്നത്. അതെ അതെ. താഴെ. ഉം. ആ താഴത്തെ തോട്ടിൽ അല്ല, ഉം. ഇങ്ങനെയുള്ള ഒരു 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 വാട്ടർ ഒരു സോഴ്സ്, നാച്ചുറൽ സോഴ്സ്. റിസർവ എന്ന് പറയും, നാച്ചുറൽ റിസർവ. റിസർവ ഇങ്ങനെ റിസർവ പൊട്ടിച്ചപ്പം ഇഷ്ടംപോലെ വെള്ളം കിട്ടി. ഇഷ്ടംപോലെ. ഇനി മനസ്സിലാക്കണം, ഇതൊക്കെ അറിയാവുന്ന ആളുകൾക്കാണ് ഇത് എഴുതി വെച്ചത്. മനസ്സിലായോ? 3000 ഇയേഴ്സിന് ശേഷം നമ്മൾ ഇരുന്ന് വായിച്ച് ഡിസ്കസ് ചെയ്യാൻ എഴുതിയതല്ല. 3000 ഇയേഴ്സിന് ശേഷം, അല്ലെ 2000 ഓൾമോസ്റ്റ് 3000 ഇയേഴ്സിന് ശേഷം, എത്രായിരം മൈലുകൾക്ക് അപ്പുറത്തിരിക്കുന്ന നമുക്കിതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. ഈ നമ്മൾ വ്യാഖ്യാനിക്ക് വേണ്ടി എഴുതിയതല്ലിത്. അവിടെ ഇങ്ങനെ വാട്ടർ റിസർവായർ ഉണ്ടെന്നും വാടികളുണ്ടെന്നും ഒക്കെ അറിയാവുന്ന ജനത്തിന് എഴുതി വെച്ച സാധനമാണിത്. അപ്പം നമുക്ക് എഴുതിയതല്ല. നമ്മളെ എഴുത്തുകാരൻ്റെ മനസ്സിലില്ല. നമ്മളെ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എഴുത്തുകാരൻ എന്ത് ചെയ്തതിനും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്, അതിലൊരു ഏരിയ പൊട്ടിച്ചു, അതിൽ നിന്ന് വെള്ളം വന്നു എന്ന് എഴുതി വെക്കുമായിരുന്നു. അവർക്ക് എഴുതുമ്പം അതിൻ്റെ ആവശ്യമില്ല, അവർക്കറിയാം. ബൈബിൾ വായിക്കുമ്പോഴുള്ള പ്രോബ്ലം, നമ്മളെ ഉദ്ദേശിച്ചല്ല എഴുത്തുകാർ എഴുതിയത്. പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എഴുതിയ എഴുത്തുകാരൻ നമ്മളെ മനസ്സിൽ കണ്ടില്ല. അദ്ദേഹം ഒരു സംഭവം എഴുതുക, നമ്മളെ പറ്റി ഒരു വിവരമില്ല. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഹിസ്റ്ററി, ജിയോഗ്രഫി, മണ്ണിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇതെന്താണ്, പിന്നെ അവിടുത്തെ ഈ സീസണൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അവിടുത്തെ വാട്ടർ സോഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുമതലയാണ്. നമ്മളിത് മനസ്സിലാക്കാതെ പത്തനംതിട്ട ഒരു വരൾച്ച ഉണ്ടാകുന്നു, ഉടങ്ങി വെള്ളമില്ല, എന്നാലും 100 പറ്റുകൊണ്ട് വരുത്തിന് തോടുണ്ടാക്കി വെള്ളം നിറയ്ക്കുന്നു. ഇതെവിടെ നിന്ന് വെള്ളം വന്നത്?
അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിക്കുന്നു. ആ ചോദ്യകർത്താവ് വളരെ ജെന്യുവിനായിട്ട് ചോദിച്ചതാണത്. അതെ അതെ. അപ്പം നമുക്ക് ഈ ചോദ്യകർത്താവിനെ പോലുള്ള ആളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് വേദപുസ്തകം പഠിക്കണം. നിങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കാനാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ബൈബിൾ സ്റ്റഡി ഒരു സിലബസ് ഉണ്ടാക്കി. ഈ ഹെബ്രായിക്, ഈ പറഞ്ഞ മുഴുവൻ ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ട്, ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ താഴത്തെ ടെലിഫോൺ നമ്പറിൽ വിളിച്ച് അടുത്ത ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുകയാണ് ഏറ്റവും സേഫായ കാര്യം. താങ്ക് യു വെരി മച്ച് സർ. ഹാഗാർ ശൂർ മരുഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോഴും ഇതുപോലെ ഒരു നീരുറവയാണല്ലോ കണ്ടത്, അല്ലേ? ഹാഗാറിന്റെ കേസിൽ അതൊരു ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഹാഗാർ ഷൂറിലല്ല കിടക്കുന്നത്. ഹാഗാർ വരുന്നത് ഇവിടെയാണ്. പിന്നെ മരുഭൂമിയുടെ പേര് ഞാൻ മറന്നുപോയാലും മാവെന്ന് ഓർക്കും. ഹാഗാർ അലഞ്ഞു കിടന്ന മരുഭൂമിയുടെ പേര് ജസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ എങ്ങനെയാണ് മറക്കുന്നത്? പിന്നെ അത് ആ മരുഭൂമിയുടെ ആ വേർഡിൻ്റെ അർത്ഥം 7 കിണറുകൾ എന്നാണ്. സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അടിയിൽ നിന്നാണ് എഴുതിയത്. ബേർഷെബ മരുഭൂമി. ബേർ എന്ന് പറഞ്ഞാൽ കിണർ എന്ന, ഷെബ എന്ന് പറഞ്ഞാൽ 7 എന്ന. ബേർഷെബ മരുഭൂമി എന്ന് പറഞ്ഞാൽ 7 കിണറുകളുടെ നാടെന്നാണ് ബേർഷെബ മരുഭൂമി. പക്ഷെ ഇവിടെ ദൈവം അവൾക്കൊരു ഉറവ് തുറന്നു കൊടുക്കുമായിരുന്നു. അതൊരു എക്സിസ്റ്റന്റ് സ്ട്രീം ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നവരുണ്ട്. അവൾ കണ്ണു കൊടുന്ന ഒരു നീറുറവ് കണ്ടു എന്ന്. എനിക്ക് അത് കുറെ കൂടെ വിശ്വസിക്കാൻ ഇഷ്ടം. ദൈവം അവൾക്ക് ഒരു ഉറവ് തുറന്ന എക്സ്ക്ലൂസീവ്ലി. അത് ഇന്നുമുണ്ട്, അത് ഇന്നുമുണ്ട്, ഇന്നും ആ സംഗതി ഉണ്ട്. അതെന്റെ കാര്യം. താങ്ക് യു വെരി മച്ച് ഫോർ ദ ക്ലിയർ ആൻസർ സർ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ.